Hello everyone, welcome to Travel Tips. നമ്മുടെ എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫ്രം ദ പുരി ബീച്ച്. നമ്മളിപ്പോൾ ഉള്ളത് പുരിയിലാണ്. പുരിയിലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചിൽ നമ്മള് This is nearby Konark. നമ്മൾ പുരിന്ന് കൊണാർക്ക് ടെമ്പിൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് സ്റ്റേയുടെ അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ അവിടെ നിന്ന് വരുന്ന വഴിക്കുള്ള ക്യൂ കണ്ടോ, വാവ്. ഇതൊരു കായലും കടലും കൂടെ മിക്സായി കിടക്കുന്നതാണ്. എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ ചെറിയൊരു കായൽ പോലെ, അതിനപ്പുറത്തോട്ട് അവിടെ കടൽ. ഇവിടെ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഈ വരുന്ന വഴിക്ക് ഫുള്ള് ഇങ്ങനെ കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ കാഷ്യൂവിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ട കേട്ടോ. നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിൽ കണ്ടിട്ടില്ലേ, അതുപോലെ. സോ നമ്മളുള്ളത് ദ ഫേമസ് കൊണാർക്ക് സൺ ടെമ്പിളിൻ്റെ മുന്നിലാണ്. അപ്പോൾ കുറച്ച് ഇറങ്ങി കുറച്ച് ലേറ്റായി. സമയം ഇപ്പോൾ ഏതാണ്ട് 1:30 കഴിഞ്ഞു. ഇവിടെയാണ് അതിന്റെ പാർക്കിംഗ് വരുന്നത്. പാർക്കിങ്ങിനായിട്ടാണ്ട് അവര് 30 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഫേമസ് കൊണാർക്ക് സൺ ടെമ്പിൾ. ഇത് നിർമ്മിച്ചുള്ളത് 1250 പറയുന്നത്. അന്ന് ഭരിച്ചിരുന്ന ഗംഗാ ഡൈനാസ്റ്റിയിലുള്ള രാജാവാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ആർക്കിടെക്ചർ ബ്രില്യൻസ് കൊണ്ട് തന്നെ ഈ ടെമ്പിള് യുനെസ്കോയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വരുന്നവർക്ക് ഈ ഒരു സമയം, അതായത് ഇപ്പോൾ ഒക്ടോബർ സമയമാണ്, നല്ല ചൂടാണ്. സോ എന്തായാലും ഒരു അംബ്രല്ല കയ്യിൽ വെക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നട്ടുച്ച സമയത്താണ് വന്നിരിക്കുന്നത്. നല്ല ഹെവി ചൂടാണ്. 2-3 ദിവസമായിട്ട് ചൂട് തന്നെ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും. ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ -3 ഡിഗ്രി ഇപ്പോ ഓൾമോസ്റ്റ് 36 ഡിഗ്രിക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചൂട്. പിന്നെ ഭയങ്കര ഹ്യൂമിഡിറ്റി, കേരളത്തിലുള്ള പോലെയൊക്കെ തന്നെയാണ്. നല്ല ചൂടും നല്ല ഹ്യൂമിഡിറ്റിയും ഉണ്ട്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നമ്മളെല്ലാം ഓൾറെഡി കോട്ട ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ കോട്ട വിൽക്കാൻ കുറെ ആൾക്കാർ നടക്കുന്നു. റെന്റാണത്. ഓക്കെ, റെന്റുണ്ട്. ഫസ്റ്റ് തന്നെ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഫേമസ് വീൽ. ഇത് ഞാൻ എന്താ അവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്റ്റോറി പറയുന്ന നല്ലൊരു ഓഡിയോ ലൈബ്രറി അല്ല, മ്യൂസിക് ലൈബ്രറി അല്ലെങ്കിൽ ഒരു വീഡിയോ ലൈബ്രറി പോലെ കാണുന്നുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇന്ത്യയിൽ മൊത്തത്തില് 8 സൺ ടെമ്പിൾസ് ഉണ്ട്. നമ്മുടെ അവിടുന്ന് ജമ്മു ആൻഡ് കാശ്മീര്, പിന്നെ ഉത്തരാഖണ്ഡ്, ഒഡീഷയിലൊക്കെ നമ്മളുള്ളത്. പിന്നുള്ളത് ഗുജറാത്തിലുണ്ട്, ഒഡീഷയിൽ 2 ഉണ്ട്. പിന്നെ ഗോൾപാറയിലുണ്ട്, ആസാം, രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ 2 ഉണ്ട്, ഒഡീഷയിൽ 1 ഇപ്പൊ നമ്മളുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ടോട്ടൽ 8 സംഗമസ് ഉണ്ടെന്നാണ്. എന്റെ ടിക്കറ്റ് 40 രൂപ. നമ്മുടെ കയ്യിൽ ആക്ച്വലി ക്യാഷ് ഇല്ല, ക്യാഷ് കഴിഞ്ഞിട്ടാണ്. അക്സെപ്റ്റ് ചെയ്യാന്നറിയില്ല. ടിക്കറ്റ് കിട്ടിയില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സൈറ്റ് കിട്ടിയാ? ടിക്കറ്റ് കിട്ടിയതൊന്നുമില്ല, കയ്യില് ക്യാഷ് ഇല്ല. ഇവിടെ എല്ലാരും ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമ്മളപ്പോ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. ഇതാണ് ഓൺലൈൻ ടിക്കറ്റ്. അത് ഡൗൺലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.asi.nic.in. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വന്നില്ല. കൊണാർക്ക് ടെമ്പിൾ ഓൺലൈൻ ടിക്കറ്റിന് ബുക്ക് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി, അവസാനം വരും കേട്ടോ. അപ്പൊ നമുക്കിനി കൊണാർക്ക് ടെമ്പിൾ കാണാൻ പോവാം. സോ ഈ ടെമ്പിളിന്റെ ഹിസ്റ്ററി ഇവിടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്.
13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക് സൺ ടെമ്പിൾ. ക്രിസ്തുവിന് ശേഷം 1236-നും 1264-നും ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗംഗായൻ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. NDTയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ക്ഷേത്രം ഇന്ത്യയിലെ 7 വണ്ടേഴ്സിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. ക്ഷേത്ര കോംപ്ലക്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇതാണ് ഈ ടെമ്പിളിൻ്റെ മെയിൻ ഗോപുരം അല്ലെങ്കിൽ എൻട്രൻസ് പറയുന്നത്. ഇത് ആക്ച്വലി ഭാഗികമായി തകർത്ത രീതിയിലാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് സാധനം കാണാം. ഇതാണല്ലോ, യെസ്, ഇതുണ്ടോ, മുകളിൽ വ്യാളി, താഴെ ആന, അതിനും താഴെ ആയിട്ടുള്ളത് ആനയുടെ തുമ്പിക്കൈയിലുള്ളത് മനുഷ്യനാണ്. ഇറ്റ് മീൻസ് മനുഷ്യനേക്കാൾ ശക്തിയുള്ള ആന, ആനയേക്കാൾ ശക്തി വ്യാളി. അതാണ് ഇതിൽ സിംബോളിക്കലി ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അതാണ്. ഇത് ഈ അമ്പലം നിർമ്മിച്ചത് ഒരു രഥത്തിന്റെ ഡിസൈനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 6 കുതിരകൾ ധരിക്കുന്ന 12 ചക്രങ്ങളുള്ള രഥമായിട്ടാണ് ഈ അമ്പലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതില് വളരെ ഫേമസ് ആയിട്ടുള്ള സാധനം ഞാൻ കാണിച്ചുതരാം. ഈ ചക്രങ്ങളാണ് നമ്മുടെ 10 രൂപയുടെ നോട്ടിലുള്ളത്. ഈ ചക്രങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പണ്ട് കാലത്ത് ഇതിൽ നിന്ന് വേണ്ട നിഴൽ നോക്കി കറക്റ്റായിട്ട് സമയം അവർ കണ്ടുപിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കോൺ എന്നാൽ ദിക്കും, അർക്കൻ എന്നാൽ സൂര്യൻ. ഇത് രണ്ടും കൂടി ചേർന്നാണ് കൊണാർക്ക് എന്നുള്ള പേര് ഈ അമ്പലത്തിന് വന്നിട്ടുള്ളത്. ചുറ്റും നമുക്ക് ഇതുപോലെ നിരവധിയായിട്ടുള്ള കൊത്തുപണികൾ കാണാൻ സാധിക്കും. ഭാരതീയ ശില്പകലയുടെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. പുരാണ കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, അതുപോലെ തന്നെ യക്ഷികൾ, ഗാന്ധർവന്മാർ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ, ഇതൊക്കെയാണ് ഓരോ ശില്പങ്ങളിൽ അവരുടെ കൊത്തിവെച്ചിട്ടുള്ളത്. വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകളും ഇവിടെ ശില്പങ്ങളായി കൊത്തിവെച്ചത് കാണാൻ പറ്റും. അങ്കലാവണ്യം തെറ്റാതെ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ ശില്പവും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കൊത്തുപണികളും സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ സാധിക്കും. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പരസ്പരവും മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ളതുമായ ലൈംഗിക പ്രവൃത്തികളും ഇവിടെ ശില്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ഇതുപോലെ അടിഭാഗത്ത് നമുക്ക് 2000-ഓളം ആനകളുടെ ശില്പങ്ങളും കാണാൻ പറ്റും. ഇവിടുത്തെ പഴയൊരു കിണറായിരുന്നു. ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ പമ്പും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുണ്ട്, ഇതൊരു എൻട്രൻസ് പോലെ ഒരു വ്യൂ ആണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ടെമ്പിൾ കാണാം കേട്ടോ. 229 അടി ഉയരം ഉണ്ടായിരുന്നു പ്രധാന ക്ഷേത്രത്തിന്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. സൂര്യദേവൻ്റെ പൂജാ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം, ക്ഷേത്ര സോപാനം, ജഗമോഹൻ മണ്ഡപം എന്നിവയാണവ. 1200ഓളം പേർ 12 വർഷത്തോളം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. രാജാ നരസിംഹദേവൻ തൻ്റെ രാജ്യത്തിൻ്റെ 12 വർഷകാലത്തെ വരുമാനം ഇതിനായി ചെലവഴിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. കിഴക്ക് ദർശനമായിട്ടാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ഉദയസൂര്യൻ്റെ പ്രകാശരശ്മികൾ പ്രധാന വിഗ്രഹത്തിൻ്റെ മൂർധാവിൽ പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. സൂര്യദേവൻ്റെ 3 ഭാവങ്ങൾ, അതായത് ഉദയം, മധ്യാഹ്നം, അസ്തമയം എന്നിവ പ്രധാന ക്ഷേത്രത്തിൻ്റെ 3 ഭാഗങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്നു. കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ സിമെൻറ്റോ കുമ്മായമോ ഉപയോഗിച്ചിട്ടില്ല. ഓരോ കല്ലും പ്രത്യേക രീതിയിൽ കൂട്ടിക്കിണക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കലിംഗ വാസ്തുവിദ്യയുടെ ഏറ്റവും ഉയർന്ന നേട്ടമായി കൊണാർക്കിലെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഒറീസയ്ക്ക് പരിധിക്കപ്പുറത്തേക്ക് വ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കൊണാർക്കിൻ്റെ പതനം ആരംഭിച്ചു. അതിന് പല കാരണങ്ങളും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു കാരണം പറയുന്നപ്പെടുന്നത് ഇതിന് കാന്തിക പ്രഭാവമുള്ള കല്ലിൻ്റെ സാന്നിധ്യമാണ്. അതായത് സൂര്യക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് പവറുള്ളൊരു കല്ലുണ്ടായിരുന്നു. അതിൻ്റെ മാഗ്നറ്റിക് പവർ കാരണം കൊണാർക്ക് ക്ഷേത്രത്തിന് മുന്നിലുള്ള കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് വഴിയേറ്റാൻ തുടങ്ങി. ഈ കല്ലിൻ്റെ മാഗ്നറ്റിക് പവർ കാരണം കപ്പലിലുള്ള കോമ്പസുകൾക്കെല്ലാം ശരിയായ ദിക്ക് കാണിക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ട് തന്നെ കപ്പിത്താന്മാർക്ക് തങ്ങളുടെ കപ്പലുകൾ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി.
അങ്ങനെ കപ്പലുകൾ വഴിയേറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മാഗ്നറ്റിക് കല്ല് ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അങ്ങനെ ഈ കല്ല് എടുത്തു കളഞ്ഞതോടുകൂടി പരസ്പരം മാഗ്നറ്റിക് പവറിൽ നിലനിന്നിരുന്ന ഈ കല്ലുകൾ ഇളകാൻ തുടങ്ങി. അങ്ങനെ ഈ മാഗ്നറ്റിക് പവർ ഇല്ലാതായത് ക്ഷേത്രം നശിക്കാൻ കാരണമായി കണക്കാക്കപ്പെടുന്നു. സോ അപ്പോൾ നമ്മൾ ഫേമസ് കൊണാക് ടെമ്പിൾ കണ്ടിറങ്ങി. കൊണാക് സൺ ടെമ്പിൾ. അതിന്റെ ആ ഒരു ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഭംഗി അതേപോലെ തന്നെ. അതെ, ആഫ്റ്റർ മസ്റ്റ് വിസിറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ബീച്ചോട്ട് പോകാം. ഇവിടെ ക്യാഷിനായിട്ട് ഒരുപാട് കിട്ടാനുണ്ട് കേട്ടോ. കാരണം 500, 400, 450 ആ റേറ്റാണ് എല്ലാം. നമ്മൾ 1 കിലോ വാങ്ങിയായിരുന്നു. ആക്ച്വലി ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലോക്കൽ മെയ്ഡാണ്, ഫ്രഷ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു സാധനമാണ് ഈ സാധനം. ഇത് കസ്കസാണ്. ഇത് നമ്മുടെ ഗരം മസാല ഒക്കെ ഉണ്ടാവുന്ന ആ സാധനമല്ലേ, അതാണ്. അതും ഇവിടെ ചീപ്പ് റേറ്റാണ്. ഇത് 1 കിലോ 250 രൂപയാണ് അവർ പറഞ്ഞല്ലേ. അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് അത് കുറച്ച് നമ്മൾ വാങ്ങിച്ചില്ല. ക്യാഷ് നമ്മൾ 1 കിലോ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളത് അങ്ങ് ദൂരെ പാർക്കിങ്ങിലാണ്. പാർക്കിങ്ങിലോട്ട് കിടക്കാം. ഒരു വെയിൽ കൊണ്ട് നല്ലോണം വളർന്നു. നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇന്ന് ക്യാരകേച്ച് പറിക്കുന്നുണ്ട്. പുള്ളി പെൻസിൽ ആർട്ടാണല്ലേ, പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. ക്യാരകേച്ചർ അല്ല, പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. പുള്ളി വരയ്ക്കുന്നുണ്ട്. പുള്ളിക്കൊരു മോഡലുണ്ട് ഇവിടെ അല്ലേ. സോ ഈ ബീച്ചാണ് നീലാകാശം പച്ചക്കടൽ ചുമന്നൊന്നുമില്ല അവർ കണ്ടുപിടിക്കുന്ന ബീച്ച്. ചുമാറിനാണ്. ഈ ബീച്ച് നമ്മുടെ പുരി ജഗന്നാഥ ടെമ്പിളിൻ്റെ അടുത്തുള്ള ബീച്ചാണ്. സോറി, പുരി ജഗന്നാഥ ടെമ്പിൾ അല്ല, സൺ ടെമ്പിളിൻ്റെ അടുത്തുള്ള ബീച്ചാണ്. ഇവിടെ ഈ പൈൻ ട്രീസ് ഒരുപാടുണ്ടല്ലേ ഇവിടെ. പൈൻസ് ഇതായിരുന്നു സങ്കല്പത്തിലെ പുരി ബീച്ച്. സോ ദിസ് ഈസ് ഇവിടെയാണ് മറ്റേ നീലാകാശം പച്ചക്കടൽ തോന്നാൻ ഷൂട്ട് ചെയ്തത്. ഭയങ്കര പീസ്ഫുൾ ബീച്ചാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. അതെ, നല്ല വൃത്തിയുള്ള ബീച്ചിലെ. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബീച്ചാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. വരുന്നു കുറച്ചു നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ സീ ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡറാണ്. അവിടെ മെയിൻ ആയിട്ട് ആ അമ്പലത്തിക്ക് വേണ്ടി വരുന്ന ആളുകൾ മാത്രമായിട്ടാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. അവര് അവിടെ വന്ന് കുളിക്കുന്നു. പിന്നെ അവിടുത്തെ ബീച്ചൊക്കെ ലൈവാണ്, ഫുൾ ടൈം ഓണാണ്. ഭയങ്കര ഒരു പീസ്ഫുൾനെസ് ഇല്ല. ഇത് നൈസ് ബീച്ചാണ്. ഇത് ആക്ച്വലി പുരിയിൽ ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. നല്ല അടിപൊളി റൂട്ടാണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ ഈ റൂട്ടിലാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പ്രശ്നമാണ്, ഓർമ്മിച്ചില്ല. ഞാൻ അവിടെ ഒരു ഉള്ളിലൊരു മറ്റേ കാടിനുള്ളിൽ റിസോർട്ട് പോലെ സാധനം എന്താ കണ്ടായിരുന്നു. കുളിക്കാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. And see what we are writing. Travel tips. ഇല്ല കറക്റ്റാ. വേഗം ഇത് What are you
writing? Explore India 2024. So today is 30th day of our road trip. എത്ര പെട്ടെന്ന് 30 ദിവസം പോയെന്നറിയില്ല. So നമ്മൾ started with city. Next traffic. Then we moved to Ladakh mountains. മനുഷ്യനില്ല, ആരില്ല. അതായത് ഗ്രീൻ മൗണ്ടെയിൻസ്, വൈറ്റ് മൗണ്ടെയിൻസ് ആൻഡ് പിന്നെ Colourful ഒന്നുമില്ലാത്ത mountains. വളരെ കളർഫുൾ ആയിട്ടുള്ള Red മൗണ്ടെയിൻസ്. ആൻഡ് ദെൻ കറന്റ്ലി നമ്മൾ പുരി ബീച്ചിലാണുള്ളത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിലെത്തി. വി ആർ സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് വി have did it. ഇത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം. Always happy. Always happy. അതേപോലെ തന്നെ നമ്മൾ ട്രിപ്പ് കഴിയാറായി. ആ, ഇനി ഇതുവരെ നമുക്ക് ആകെ 4 days മാത്രമേ ഉള്ളൂ. അതിന് ചെറിയ സങ്കടമുണ്ട്. എന്തായാലും ഫോളോ ചെയ്തായിരിക്കും, സപ്പോർട്ട് ചെയ്തായിരിക്കും. ഒരുപാട് താങ്ക്സ്. ഇതിപ്പോ നല്ലൊരു ലൊക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ 30th ഡേ ആണ്. ഇത് നമുക്ക് മേജർ ഡെസ്റ്റിനേഷൻ ആയിട്ടൊന്നുമില്ല. വൈൻഡ് അപ്പ്. വിശാഖപട്ടണം ഉണ്ട്, പക്ഷെ അവിടെ നമ്മള് അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് പാർട്ട് ഓഫ് യെസ്. നമ്മൾ പണ്ട് ഗുണ്ടൽപേട്ട് പെട്ടത് ഓർമ്മയില്ലേ? അതുപോലെ കുറച്ച് ആവേശം കൂടിയിട്ട് ചേട്ടന്മാര് മണലിലേക്ക് ഫോർച്യൂണർ ഇറക്കിയതാ. 2 വീൽ ഡ്രൈവ് ഫോർച്യൂണറാണ്. എന്ത് ഇറക്കിയിട്ടും കാര്യമൊന്നുമില്ല ഇറക്കാൻ. എന്ത് കുറേ നേരമായി ശ്രമിക്കുന്നു. നമ്മളിവിടെ ചായ കുടിക്കാൻ നോക്കിയതാണ്, നല്ല ഇഞ്ചി ചായ. അപ്പോഴാണ് പോലീസ് സ്റ്റേഷൻ കണ്ടത്. പോലീസ് സ്റ്റേഷൻ്റെ പേരുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ പേര് രാംചന്ദി. നൈസിലായി. നമ്മള് ബീച്ചിൽ സൺസെറ്റ് ഒക്കെ കണ്ട് കൊണാർക്കുന്ന് തിരിച്ച് പുരി എത്തി. ഇതാണ് ആക്ച്വലി പുരി ബീച്ചിന്റെ അവസ്ഥ. എന്തൊരു ഹോൾ ട്രാഫിക് അറിയോ? ഫുൾ റോഡ് ഫുൾ ട്രാഫിക്. സൈഡിൽ മുഴുവൻ ഷോപ്പുകളാണ്. ഫുഡ്, വേറെ ഷോപ്പിംഗ്, അങ്ങനെ. അതേപോലെ തന്നെ നല്ല പബ്ലിക്കുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇവിടെ 2 കിലോമീറ്റർ പോകാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഭയങ്കര ഓവർ ക്രൗഡാണ്. ഒന്നാമത് ജഗന്നാഥ ടെമ്പിൾ ഇതിന്റെ നേരെ അടുത്താണ്. സോ അവിടേക്ക് വരുന്ന ക്രൗഡ് ഉണ്ട്, അതല്ലാണ്ടുള്ള ക്രൗഡ് ഉണ്ട്. ഓവർ ഹോട്ടൽ ഓവർ പ്രൈസ്ഡ് ആണ്. ഒരു അതെന്നുവെച്ചാ ഇനിയിപ്പോ 4ാമത്തെ ദിവസം ഇതാണല്ലോ. അപ്പൊ ഈ ലാസ്റ്റ് 4 days ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാവരും ലീവ് എടുത്ത് ഫ്രൈഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. എന്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ കൊണാർക്ക് ആ സൈഡ് എവിടെയെങ്കിലും നോക്കണം. ഈ സൈഡ് സ്റ്റേ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുരി ബീച്ച് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഭയങ്കര എന്തോ ഉള്ളത്. പക്ഷെ ഇതാണ് പുരി ബീച്ചിന്റെ യഥാർത്ഥ അവസ്ഥ. ലെഫ്റ്റ് സൈഡിലുള്ള തന്നെയാണ് ബീച്ച്, പക്ഷെ ഇവിടെ ഫുള്ള് ട്രാഫിക്കും ആളുകളും ഫുള്ള് ബഹളവും. ആ ബീച്ചിന്റെ വൈബൊന്നും കിട്ടില്ല. സംഭവം നല്ല സൈഡാണ്, നല്ല മറൈൻ ഡ്രൈവും കാര്യങ്ങളും എല്ലാം ആണ്, പക്ഷെ ഓവർ ക്രൗഡാണ്.
ഇതാണ് സീ ബീച്ച്, അതായത് മെയിൻ പുരി ബീച്ചിലുള്ള നൈറ്റ് ലൈഫ്. ഫുള്ള് ഇതേപോലത്തെ തട്ടുകടകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ബീച്ച് അത്ര ആക്റ്റീവാണ്, പക്ഷേ അങ്ങനൊട്ടും വൃത്തിയുള്ള ഇറങ്ങാൻ പറ്റിയ ബീച്ചൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കടകളാണുള്ളതെന്നൊക്കെ നോക്കാം. ഇതൊക്കെ നല്ല 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 ഫ്രഷ് പ്രോൺസ്, അത് പല പല സാധനങ്ങൾ, ഒക്ടോബസ്, അടിപൊളി ക്രാബ്, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാട്ടോ. പൊളി സാധനം. ഫുഡ് മാത്രമല്ല, ഇപ്പം ഏതാണ്ട് സമയം 10 മണി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഷോപ്പുകൾ കുറേ അടച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഡിസൈൻസും ബാഗ്സും ഹാൻഡ് ക്രാഫ്റ്റ്സും. ഇതുണ്ട് ഈ കാണുന്ന ലോഗോ, ഈ ലോഗോ ആണ് ടെമ്പിളിൽ. അതിൻ്റെ ഒരു ഇവിടെ എല്ലാവരുടെയും വണ്ടിയിലും ഓക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെയാണ്. അവിടെ ഭയങ്കര തിരക്കല്ലേ, പക്ഷെ അവിടെ ഫുഡ് ഓപ്ഷൻസ് നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ അത്ര വലിയ നല്ല ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നാണ്. ഇവിടെ ഉള്ള ഫുഡ് ഓപ്ഷൻ ലോക്കൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇവിടെ മീൻ വറക്കുന്നതൊക്കെ ഭയങ്കര പ്ലെയിൻ ആട്ടോ. ഞാൻ കാണിച്ചത് നമ്മളൊരു പ്രോൺസ് ഫ്രൈ ഓർഡർ ചെയ്തു. പ്രോൺസ് വന്നാണോ അത് ഒന്നുമില്ല, വെറുതെ എണ്ണയിലിട്ട് വറുത്തിരിക്കുക. പിന്നുള്ളത് ഒരു ഫിഷ് താഴ്, അതിലൊരു ഫിഷിൻ്റെ പീസ് ഉണ്ട്, കുറെ എന്തൊക്കെയൊക്കെയോ കറികളുണ്ട്. ഞാനൊരു ക്രാബ് മസാല, ഇവിടെ താരി, ഒരു നാനാണ് പറഞ്ഞത്. ടേസ്റ്റൊക്കെ ഉണ്ട് ഫുഡ് അല്ലേ. നമ്മളെവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് ഈ സ്വീറ്റ്. ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താണത്? മഞ്ഞ കളർ അത് ഇവിടെ ജഗന്നാഥ ടെമ്പിളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം ഇത് ഫേമസ് ആണെന്ന് പറഞ്ഞു. ക്യാ ബോൾത്തെ രാജാ. സോ പുരിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പുരിയുടെ തിരക്കുള്ള ബീച്ചും പുരിയിലെ പീസ്ഫുള്ളായിട്ടുള്ള ബീച്ചും കണ്ടു. പക്ഷെ മെയിൻ സാധനമായിട്ടുള്ള ഇവിടുത്തെ മെയിൻ എല്ലാവരും വരുന്നത് ജഗന്നാഥ ടെമ്പിളാണ്. നമ്മളവിടേക്ക് പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം ക്യാമറ അലോഡല്ല, നമുക്ക് കയറിയാലും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് എല്ലാത്തിനും കൂടിയുള്ള സമയം കിട്ടിയില്ല. പോകണമെന്നാണ് ചെറിയൊരു പ്ലാൻ, പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്ന പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സമയം നമുക്കിവിടെ ട്രാഫിക്കിലൊക്കെ ആയിട്ട് പോയി. സോ നാളെ നമ്മൾ പുരിയിൽ നിന്ന് വിശാഖപട്ടണം പോവാണ്. പുരി ടു വിശാഖപട്ടണം കാഴ്ചകൾ നമുക്ക് നാളെ എപ്പിസോഡ് കാണാം. അതുവരെയും ബൈ ബൈ. സോ നമ്മളങ്ങനെ ആന്ധ്ര എത്തി. വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്തു. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ?